സ്വയം സ്ഥാപനവൽക്കരിച്ചുകൊണ്ടൊരു വ്യക്തി സംസാരിക്കുന്നുവെങ്കിൽ പിന്നെ അയാളും അമ്മയും രണ്ടല്ല, അയാളും അമ്മയും ഒന്നാണ്. ആ അമ്മ എന്ന് പറയുന്നത് ഇത്ര ശക്തമായ സ്ത്രീവിരുദ്ധത നിലനിർത്തുന്ന ഒരു മേഖലയാണ്, ഒരു സംവിധാനമാണ്. അങ്ങനെയെങ്കിൽ ആ അമ്മയല്ലേ ഈ വുമൻ കളക്റ്റീവ് എന്ന് പറയുന്ന ഓരോ തെറ്റുകളുടെയും കാരണം? തീർച്ചയായും അങ്ങനെ തന്നെ കരുതാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഏറ്റവും ഒരു ചെറിയൊരു അപേക്ഷ ഈ സിനിമാ ലോകത്തിനോട് മൊത്തം, ഈ മലയാള സിനിമാ രംഗത്തിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. അതായത് ഇന്ത്യയിൽ പല ഭാഷയിലും ഒരുതരം ഗുണ്ടായിസം അല്ലെങ്കിൽ അടിമത്വം അല്ലെങ്കിൽ തനിക്ക് കീഴിലുള്ള ഒരുത്തനും എന്നേക്കാൾ മുകളിലേക്ക് പോകരുത് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി മറ്റു പല ഭാഷകളിലുമുണ്ട്. അതില്ലാതിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമയിൽ മാത്രമാണ്. ഇവിടെയും അങ്ങനെ ഒരു പ്രവണത കൊണ്ടുവരാൻ ഒരിക്കലും അനുവദിക്കരുത് എന്നാണ് ഭാഗ്യലക്ഷ്മി. അത് ആരാണ് പറഞ്ഞത്? ഭാഗ്യലക്ഷ്മി ആരാണ് പറഞ്ഞത് മലയാള സിനിമയിൽ ഇല്ലെന്ന്? നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന, ഭാഗ്യലക്ഷ്മി പ്രതിദാനം ചെയ്യുന്ന സംഘടനയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടാ സംഘടന. തെളിവുകൾ സഹിതം ഞങ്ങൾ തരാം. ഈ പറയുന്ന ഇത് വ്യക്തിപരമായി പറഞ്ഞതല്ല. നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന സംഘടനയിലെ മെമ്പറാണ് ഇയാള്. നിങ്ങൾ പ്രതിദാനം ചെയ്ത സംഘടനയിൽ ഗുണ്ടകളുണ്ട്. ഇല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഭാഗ്യലക്ഷ്മിക്ക് മനസ്സാക്ഷിയോട് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ചെയ്യുന്ന സംഘടനയിൽ ഗുണ്ടായിസമില്ലേ? നിങ്ങൾ എത്രയോ സെറ്റുകളിൽ പോയി ഗുണ്ടായിസം. അത് നോക്കൂ, ഇത്ര തർക്കത്തിനുള്ള വേദിയല്ല ഇത്. ഭാഗ്യലക്ഷ്മി, ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, സിനിമാ പ്രവർത്തകരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആ രീതിയിൽ മര്യാദയ്ക്ക് പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിങ്ങളും ഇന്ന് ആ വുമൻസ് കളക്റ്റീവിൽ കണ്ടതിന് എന്തുകൊണ്ട് അവർ നിങ്ങളെ മാറ്റി നിർത്തി? നിങ്ങളെ അവർ മാറ്റി നിർത്തിയെങ്കിൽ അതിന് തക്കതായ ചില കാരണങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ അവർക്ക്. അത് മറന്നു ഒരിക്കലും സംസാരിക്കരുത്. ഞങ്ങൾക്കെതിരെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഗുണ്ടായിസം ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ശരി ശരി. ശ്രീമതി ഭാഗ്യലക്ഷ്മി, കുറച്ചു നേരം കൂടി ഈ ചർച്ചയിൽ എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുമല്ലോ. വളരെ നന്ദി ശ്രീ ഭാഗ്യലക്ഷ്മി. ദേവി ഇത് തുടരുക. ഗീത ടീച്ചർ, ഇവിടെ ഇനി ഈ സംഘടന ഇങ്ങനെ ഒരു നടൻ്റെ പിന്നിൽ ശക്തിയോടെ നിൽക്കുന്നു, അങ്ങനെ ആ നടൻ അതിൻ്റെ കൂടി ആത്മവിശ്വാസത്തോടെ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു. നടിക്ക് പരിമിതികളുണ്ട്, ആ സംഘടനയ്ക്കും പരിമിതികളുണ്ട് എന്നവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരുണ്ടല്ലോ, അതാണ് അഡ്വക്കേറ്റ് ജയശങ്കറും ചൂണ്ടിക്കാട്ടിയത്. 2 ദിവസം മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങൾ വരെ അത് വാർത്തയാക്കുകയുണ്ടായി. സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വ്യക്തിഹത്യയടക്കം, സ്ത്രീവിരുദ്ധ പരാമർശങ്ങളടക്കം നടത്തുന്നവർക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തമല്ല, പ്രതിജ്ഞാബദ്ധത ഈ സർക്കാരിനുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അത് എഴുതുന്നവരെ പറ്റി മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത്, അത് പ്രചരിപ്പിക്കുന്നവരെയും അത് ഫോർവേഡ് ചെയ്യുന്നവരെ പോലും ഈ കുറ്റത്തിൻ്റെ വലയത്തിൽ തന്നെ പെടുത്തും എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതിനുശേഷം ആദ്യം നടക്കുന്ന ഈ പറയുന്ന വലിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, അതിനുമേൽ ഗവൺമെൻറ് നടപടിയെടുത്തുകൂടെ? ഇന്നിപ്പോൾ ഒരു കർഷകൻ ആത്മഹത്യ ചെയ്തല്ലോ. ആ കർഷകൻ ആത്മഹത്യ ചെയ്തപ്പോൾ മകളുടെ പഠനം നിലച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തരവാദിത്വത്തോടെ ഈ സർക്കാർ ഇടപെട്ട് ആ കുട്ടിയുടെ തുടർ പഠനം ഉറപ്പാക്കി. എന്ന് വെച്ചാൽ അരക്ഷിതയാണൊരു കുട്ടി, ആ കുട്ടിയുടെ സാമൂഹ്യ സുരക്ഷ ഈ സർക്കാരിൻ്റെ ദൗത്യമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ കൊച്ചിയിൽ ഒരു കുട്ടി അരക്ഷിതയാണ് സാമൂഹ്യമായി, അവരുടെ സുരക്ഷ എന്തുകൊണ്ട് ഈ സർക്കാരിൻ്റെ ഉത്കണ്ഠയാകുന്നില്ല? ഈ സർക്കാരിൻ്റെ ചുമതലാബോധത്തിലേക്ക് അതെത്തുന്നില്ല? വേണു, ഇതുവരെ നടന്ന ഏതെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ത്രീപീഡന കേസുകളിൽ ഏത് മാധ്യമങ്ങളിലാവട്ടെ, റിയലാവട്ടെ, അതീത ലോകങ്ങളിൽ വെച്ചിട്ടാവട്ടെ, സർക്കാർ അത്തരത്തിൽ, സർക്കാർ വേണ്ട, പോലീസ് വേണ്ട, ഇവിടെ നിലനിൽക്കുന്ന കമ്മീഷനുകളെങ്കിലും, വനിതാ കമ്മീഷൻ പോലെയുള്ള ഒരു കമ്മീഷനെങ്കിലും സ്വമേധയാ കേസെടുത്തിട്ട് വേണു റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം ഇവിടുത്തെ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ടോ? പൊതുവായിട്ടുള്ള സംഗതികൾ, ഇപ്പോൾ കർഷകൻ്റെ ആത്മഹത്യ, അത് നിസ്സാര സംഗതി എന്ന് ഞാൻ പറയുന്നില്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. അത്തരം കാര്യങ്ങളിൽ അത് ഏറ്റെടുക്കുകയും അതിൽ ഒരു തീരുമാനമാവുകയും അത്തരത്തിൽ ജോലി കൊടുക്കുകയോ പഠനം നടത്തുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ചില സംവിധാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്.
അത് റിഫോമേറ്ററി ആയിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഒരു സർക്കാരിന് നിലനിൽക്കുന്ന ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിന് ഏറ്റവും ഈസി ആയിട്ട് എൻ്റർ ചെയ്യുകയും ഏറ്റവും ഈസി ആയിട്ട് കയ്യടി നേടുകയും ചെയ്യാവുന്ന ഒരു സംഗതിയാണ് റിഫോമേറ്ററി ആക്ഷൻസ് എന്നുള്ളത്. ആ റിഫോമേറ്ററി ആക്ഷൻസ് ആണ് ഇവിടെയുള്ള സർക്കാരും എടുത്തിട്ടുള്ളത്. മറ്റത് തീർച്ചയായിട്ടും വിമോചനപരമായിട്ടുള്ള റവല്യൂഷണറി ആക്ഷനാണ്. ആ റവല്യൂഷണറി ആക്ഷനിലേക്ക് പോകണമെങ്കിൽ ഒരു പാർലമെൻ്ററി സംവിധാനത്തിൽ നിലനിൽക്കുന്ന അതിൻ്റെ നായകത്വം വഹിക്കുന്ന ഒരു ഭരണാധികാരിക്ക് അതീവമായിട്ടുള്ള ഇച്ഛാശക്തി ആവശ്യമുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇച്ഛാശക്തി ആവശ്യമുള്ള മണ്ഡലമാണ് സ്ത്രീപീഡനത്തിൻ്റെ മണ്ഡലം. സ്ത്രീപീഡനത്തിലെ ഇരകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സർക്കാർ പ്രതിനിധിയെയെങ്കിലും കണ്ടിട്ട് മരിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പൊ എത്രയേറെ സംവിധാനങ്ങൾ ഇവിടെ നിലവിൽ കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറെ ഞാൻ ചില വാചകങ്ങൾ ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതായത് ഈ വനിതാ സിനിമാ പ്രവർത്തകർ അദ്ദേഹത്തെ പോയി കണ്ട ശേഷം വന്നത്, അതിലെ ആദ്യത്തെ 2 വാചകങ്ങൾ പ്രധാനവുമാണ്. ചലച്ചിത്ര രംഗത്ത് സ്ത്രീകൾ അനേകം ഗുരുതര പ്രശ്നങ്ങളാണ് നേരിടുന്നത്. പ്രമുഖ താരത്തെ വാഹനത്തിൽ ക്രൂര പീഡനത്തിനിരയാക്കിയ സംഭവത്തെ തുടർന്ന് ഈ വിഷയം സജീവമായി സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം നായകനായിരിക്കുന്ന ഒരു സമൂഹത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ ഉത്കണ്ഠകൾ അദ്ദേഹത്തിൻ്റെ ചുമതല ഭാരത്തെ തന്നെയാണ് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് സ്വയം സമ്മതിക്കുകയാണ് ഈ വാചകത്തിലൂടെ. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ വിശദീകരിച്ചിരുന്നു. സർക്കാർ അത് ഗൗരവത്തിൽ കാണുമെന്ന് അന്ന് ഉറപ്പു നൽകിയതാണ്. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യവും പഠിക്കാൻ മുൻ ഹൈക്കോടതി ജഡ്ജി ഹേമ അധ്യക്ഷയായി 3-അംഗ സമിതിയെ നിയമിക്കാൻ ഇന്ന് മന്ത്രിസഭ തീരുമാനിച്ചു. പ്രശസ്ത നടി ശാരദ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥ KV വത്സലകുമാരി എന്നിവരാണ് അംഗങ്ങൾ. ടീച്ചറെ, ഒരു മുൻകൈ ഉണ്ടായിട്ടുണ്ട്. ഇത് രാജ്യത്ത് നടാടെയാണ്. സ്ത്രീകളുടെ പ്രശ്നം സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു ഒരു സർക്കാർ. അത് പ്രതിരോധിക്കാൻ, അത് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിക്കുന്നു. ഇത്രയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അപ്പോഴും ഈ സർക്കാർ ചെയ്യേണ്ട തലത്തിലേക്ക് ഉയരാതിരിക്കുന്നത് എന്തുകൊണ്ട്? അത് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നല്ല വേണു ഞാൻ പറയുന്നത്. അത് ചെയ്യാൻ സർക്കാരിനെ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ്. കാരണം വളരെ വർഷങ്ങൾക്ക് ശേഷം എത്രയോ കാലാകാലമായിട്ട് ഇതൊരു തൊഴിൽ മേഖലയാണ് എന്ന് പോലും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ അവരുടെ തൊഴിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആ തൊഴിൽ മേഖലയിലെ തൊഴിൽ വിവേചനമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം, ഇവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിലുള്ള വ്യത്യാസം ഉൾപ്പെടെ, നമ്മൾ പുറത്ത് കൂലിക്കാർക്കുള്ള പ്രതിഫലത്തിലെ വ്യത്യാസം നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ഇന്ത്യൻ സിനിമാ മേഖലയിലും സവിശേഷമായി മലയാള സിനിമാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീക്കും പുരുഷനുമുള്ള തൊഴിലിലും കൂലിയിലുമുള്ള വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനെ ഒരു തൊഴിൽ മേഖലയായിട്ട് അംഗീകരിക്കാൻ നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം വിമൺ കളക്റ്റീവോട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വിമൺ കളക്റ്റീവ് ഒരു കൂട്ടായിട്ടും ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള പ്രവർത്തകർ ഒറ്റയ്ക്കും അത് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പിൻബലം എന്നുള്ളത് ഒരു കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായിട്ട് ഇവിടുത്തെ അന്തരീക്ഷത്തിൽ നിലനിന്നിട്ടുള്ള എല്ലാവരും എന്തൊക്കെ തന്നെ തരത്തിൽ വിമർശിച്ചാലും ഇവിടുത്തെ സ്ത്രീ വിമോചനപരമായിട്ടുള്ള ആശയങ്ങൾ ഇവർക്ക് ഇത്തരത്തിൽ സംഘടിക്കാനും ഇവർക്ക് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനുമുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ അന്തരീക്ഷത്തിന് ഒരു 1/4 നൂറ്റാണ്ടിൻ്റെ ഒരു ആയുസ് മാത്രമേ ആയിട്ടുള്ളൂ. അത്രമാത്രം ആയിട്ടുള്ള ആയുസ് എന്നുള്ളത് ആയിരക്കണക്കിന് നിലനിൽക്കുന്ന, ആയിരക്കണക്കിന് വർഷം പിന്നിലേക്കുള്ള പാട്രിയാർക്കിയോടാണ് അത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമാ മേഖല മാത്രം അത് എത്രമാത്രം കളർഫുൾ ആയാലും ഈ പാട്രിയാർക്കിയിൽ നിന്ന് വിമോചിതമാണ് എന്ന് വിശ്വസിക്കാനുള്ള വിഡ്ഢിത്തം ഇന്ന് നമുക്ക് ആർക്കും ഇല്ല. അത് വോയിസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യത്തിന് ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ കുറച്ചുകൂടി ഇച്ഛാശക്തിയുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇവിടെയുള്ള അധികാരികൾ പോകേണ്ടി വരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരി, ശ്രീ സുഭാഷ് ബാബു, 2 ചോദ്യങ്ങൾ. ഒന്ന്, നടിയുടെ ഈ കൂട്ടുകെട്ടിനെ കുറ്റപ്പെടുത്തുക വഴി ഈ നടൻ ചെയ്തത് പ്രതിയുടെ കുറ്റത്തെ നിസാരവൽക്കരിക്കുകയാണോ? ഇതിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം വിചാരണ തുടങ്ങാനിരിക്കുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്ത പോലീസിൻ്റെ നിവൃത്തികേട് നമ്മുടെ മുന്നിലിരിക്കെ പ്രതിക്ക് അനുകൂലമാകുമോ? 1. 2, ഈ നടി നിയമ നടപടിയിലേക്ക് പോകുന്നില്ല, സംഘടന പോകുന്നില്ല, പക്ഷേ സ്റ്റേറ്റിനൊരു ഉത്തരവാദിത്തമില്ലേ? സ്റ്റേറ്റിന് സ്വമേധയാ ഈ ഒരു വിഷയത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളാൻ എന്താണ് തടസ്സം? ഈ പ്രസ്താവന നടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണമുണ്ട്. ആ ആരോപണ വിധേയനായി നിൽക്കുകയാണ്. അദ്ദേഹം തെറ്റുകാരനാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിന് ഫലപ്രദമായി പോലീസ് ഒരു അന്വേഷണം നടത്താത്തത് കൊണ്ട് അദ്ദേഹം സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ഓരോന്ന് അദ്ദേഹത്തിന് തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ അപകടത്തിലേക്കാണ്, ആളുകൾ കൂടുതൽ സംശയം ഉണ്ടാവും.
അദ്ദേഹം കൂടുതൽ ഒരു പ്രതിരോധത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക്. പക്ഷേ അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് കൊണ്ട് ഈ നടിക്ക് വ്യക്തിപരമായ അധിക്ഷേപം ഉണ്ടാവും, പക്ഷേ അതൊരു ക്രിമിനൽ നടപടിക്ക് സാധ്യതയുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അത് മറ്റ് പ്രധാനപ്പെട്ട കേസിൽ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ അത് കോടതിയിലൊന്നും വരാൻ സാധ്യതയില്ല. അതിങ്ങനെ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആളുകൾ സംസാരിക്കുമെന്നല്ലാണ്ട് കേസിൻ്റെ തെളിവ് ഭാഗത്തിലേക്ക് അതിന് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കേസിൽ പോലീസ് ഹാജരാക്കുന്ന തെളിവുകൾ, പിന്നെ ഡിഫൻസിൽ എന്തെങ്കിലും വരുന്ന തെളിവുകൾ, ഇതൊന്നും അത്ര പ്രസക്തമായിട്ട് അതിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തേത് ഈ കേസിൽ പ്രധാനമായിട്ടും എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗൂഢാലോചന എന്ന് പറയുന്ന ഒരു അന്വേഷണത്തിൽ പോലീസ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഒന്നുകിൽ ഗൂഢാലോചന ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് തീർത്ത് പറയണം. ഒരു ചാർജ് ഷീറ്റ് കൊടുത്തു, പ്രതികൾ ജാമ്യത്തിൽ പോകുന്നുള്ളതും കിട്ടിയ തെളിവ് വെച്ച് കൊടുത്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണ്? ഒരു മൊബൈൽ ഫോണാണ്. അത് കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തടത്തോളം കാലം നടിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ചു. നമുക്ക് ആ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അടുത്ത ഘട്ടത്തിൽ നമുക്കത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ സുഭാഷ് ബാബു, അതിനു മുമ്പ് ഇവിടെ ഈ നടി പറഞ്ഞിരിക്കുന്ന ഒരു വാചകം എത്രമാത്രം പ്രധാനമാണ്? അതായത് ഇതിൽ ഈ നടനെ പറ്റിയുള്ളൊരു പരാമർശം എന്ന് പറയാവുന്ന കാര്യങ്ങളാണ്. പുറത്തു വന്ന പേരുകളിൽ ചിലരാണ് ഇതിന് പുറകിലെന്ന് പറയാനുള്ള തെളിവുകൾ എൻ്റെ കൈവശമില്ല. അടുത്ത വാചകം, അവരല്ല എന്ന് പറയാനുള്ള തെളിവുകളും എനിക്കില്ല. അപ്പോൾ ഇതിൽ ഈ നടനെ കുറ്റവിമുക്തനാക്കുന്നില്ല ആ നടി എന്ന് പറഞ്ഞുകൂടെ? അത് അവരുടെ ബോധ്യമാണ്, അവരുടെ മനസാക്ഷിയാണ് സംസാരിക്കുന്നത്. അതിൻ്റെ നിയമപരമായ ശക്തി ഈ കേസിൽ എത്രമാത്രം സഹായകരമാകും എന്നതവിടെ നിൽക്കട്ടെ. ഒരു വ്യക്തിയുടെ വിഷയം മാത്രമാണല്ലോ ഇത് ആത്യന്തികമായി. ആ വ്യക്തിയുടെ ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം ഈ വാക്കുകൾ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നില്ലേ? നിങ്ങൾ എൻ്റെ മുന്നിൽ കുറ്റവാളിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറ്റവിമുക്തനല്ല എന്ന്. തീർച്ചയായിട്ടും. കാരണം ഈ നടി അവരുടെ പോലീസിന് കൊടുത്ത മൊഴിയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എന്നോട് വിദ്വേഷമുള്ള വ്യക്തി ഇന്നയാളാണ്, പക്ഷേ ഇത് ചെയ്തു എന്നവർ പറയുന്നില്ല. പക്ഷേ അങ്ങനെ വിദ്വേഷമുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ ആ വ്യക്തി ഇത് ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് വളരെ കൂലങ്കഷമായി അന്വേഷിച്ച് കണ്ടുപിടിച്ച് അത് സ്ഥിരീകരിക്കുക, ഒന്നിൽ ശരി അല്ലെങ്കിൽ തെറ്റ് എന്ന് പറയാനുള്ള ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതിൽ തീർച്ചയായും അവർ വലിയൊരു വീഴ്ച വരുത്തിയിട്ടുണ്ട്. ആ വീഴ്ചയുടെ പ്രതിഫലനമാണ് ഈ കണ്ട വാർത്താ കോലാഹലങ്ങളും അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ദുരൂഹതയും സംശയങ്ങളൊക്കെ. ഇതിൽ ഉത്തരം പറയാൻ പോലീസിനെ പറ്റുള്ളൂ. ഇപ്പോൾ നടിക്ക് പറയാൻ സാധിക്കും, പ്രതിരോധിക്കാൻ മറ്റേ വ്യക്തിക്ക് സാധിക്കാം, അതിനെ ഏറ്റുപിടിക്കാൻ കുറേ ആളുകളുണ്ടാകും. പക്ഷേ ഇതിന് വ്യക്തത തരിക, ഒരു ഉത്തരം തരിക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, സമൂഹത്തിന് ഇതിൻ്റെ ഈ കേസിൽ യഥാർത്ഥ സ്ഥിതി ഇതാണ് എന്ന് കണ്ടുപിടിച്ച് പറയാനുള്ള ബാധ്യത പോലീസിനാണ്. പോലീസ് ഇതിനകത്ത് വ്യക്തമായ ഒരു ദിശാബോധത്തോടുകൂടി അന്വേഷിച്ചു എന്ന് എനിക്ക് ഇതുവരെ തോന്നി. ശരി, ഞാൻ താങ്കളെ തിരികെ എത്താം. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവിടെ ഈ വാർത്താക്കുറിപ്പ് താങ്കളും വായിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു. നടി പറയുകയാണ് കുറ്റവാളിയല്ല എന്ന് ഞാൻ പറയില്ല എന്ന്. അതൊരു വല്ലാത്ത സംശയത്തിൻ്റെ നിഴലിലേക്ക് ഈ നടനെ നിർത്തുകയല്ലേ ശ്രീമതി ഭാഗ്യലക്ഷ്മി? അതുതന്നെയല്ലേ ഈ നടൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ? ഇവിടെ മറ്റാളുകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നു എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഈ നടി പ്രതികരിക്കാതിരുന്നത് കൊണ്ടുകൂടിയാണല്ലോ. ആ നടിയാണിപ്പോൾ പറയുന്നത് നിങ്ങൾ കുറ്റവാളിയല്ല എന്ന് ഞാൻ കരുതുന്നില്ല എന്ന്. ഈ വിഷയത്തില് എനിക്ക് എന്നോട് വ്യക്തിപരമായി സംസാരിച്ച പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ ഇവര് പറയും, മുമ്പ് ഒരിക്കൽ ഞാൻ ചാനലിലിരുന്ന് സംസാരിച്ചപ്പോ അവർക്ക് വേണ്ടി സംസാരിച്ചപ്പോ ഇവര് തന്നെ എന്നെ പ്രതിയാക്കിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമാണ് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും പറയാൻ. പക്ഷെ ഈ വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സങ്കടം, ഒരു പെൺകുട്ടി, അതായത് ഇങ്ങനെ ഒരു മാനസിക ശാരീരിക പീഡനം അനുഭവിച്ച പെൺകുട്ടി തന്നെ മുൻപിൽ വന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തിനാണ് ഇവിടെ നിയമം? എന്തിനാണ് ഇവിടെ സംഘടനകൾ? എന്തിനാണ് നമ്മളെല്ലാവരും ഇങ്ങനെ ഇവരെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് വെറും വാക്ക് പറയുന്നത്? ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ, ഇത്രയും അനുഭവിച്ച പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ഈ സിനിമാ ലോകത്ത് ഒരാള് പോലും ഇല്ലാതെ വന്നല്ലോ എന്നുള്ളതാണ് ഈ വാർത്താക്കുറിപ്പ് വായിച്ചപ്പോ. അവൾ തന്നെ പറയുന്നു, എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത്, എന്നെ ഇങ്ങനെ അപമാനിക്കരുത് എന്ന്. ഒരു നിമിഷം ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇവരൊക്കെ എന്തായാലും ഇങ്ങനെയൊക്കെ സ്വന്തം നിലയിൽ അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നു, ആരുടെയും പിന്തുണ കിട്ടുന്നില്ല. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. നാളെ കൊച്ചിയിൽ എക്സിക്യൂട്ടീവാണ് അമ്മയുടെ.
എന്ന് വെച്ചാൽ 18 അംഗ എക്സിക്യൂട്ടീവ് യോഗം